ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ പ്രതിപക്ഷാരോപണങ്ങൾ തള്ളി വീണ്ടും കേന്ദ്ര വാണിജ്യ മന്ത്രി. ഇന്ത്യ US സഹകരണത്തിലെ സുവർണ അധ്യായമാണ് വ്യാപാര കരാറെന്ന് പീയൂഷ് ഗോയൽ പ്രതികരിച്ചു. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നികുതിയെന്നും കർഷകരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുവെന്നും പീയൂഷ് ഗോയൽ വിശദീകരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വാണിജ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയില്ല. വിദേശകാര്യ മന്ത്രാലയം ഇത് വിശദീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ വാക്കുകളിലേക്ക്. इस उद्देश्य के साथ कि भारत और यूनाइटेड स्टेट्स के बीच $500 बिलियन का द्विपक्षीय व्यापार हर वर्ष होना चाहिए, उस लक्ष्य को हासिल करने के लिए आज का दिन स्वर्णिम अक्षरों में लिखा जाएगा। पूरे देश में खुशी की लहर है। देश के हर क्षेत्र में बहुत ही उत्साह है भविष्य को लेकर. കരാർ വ്യവസ്ഥകൾ വിശദീകരിച്ച് ഇന്ത്യയും അമേരിക്കയും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്തയെന്നായിരുന്നു കരാറിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാർ എന്ന് കോൺഗ്രസ് വിമർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകൊടുക്കലാണ് മോദി ചെയ്തതെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ കുറ്റപ്പെടുത്തൽ. പീയൂഷ് ഗോയല് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയെല്ലാം കൃത്യമായി ഖണ്ഡിക്കുന്ന രീതിയിലുള്ള സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ സ്ഥിരീകരിച്ചുകൊണ്ട് അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഒറ്റുകൊടുക്കലായിട്ട് വേണം ഈ ഇൻഡോ US വ്യാപാര കരാറിനെ കാണാൻ വേണ്ടി. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ആദ്യത്തെ പ്രതികരണത്തിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആദ്യത്തെ പ്രതികരണത്തിൽ പറഞ്ഞ $5 ബില്യൺ സാധനങ്ങൾ ഇന്ത്യ വാങ്ങും അമേരിക്കയിൽ നിന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോഴും അക്കാര്യത്തിൽ വ്യക്തത വരാത്ത ഒരേ ഒരു കാര്യം അന്ന് ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഇന്നും മന്ത്രി നമുക്ക് നൽകിയിട്ടില്ല. ഈ സംയുക്ത പ്രസ്താവനയിലൂടെ മന്ത്രിയുടെ വാക്കുകളിലൂടെ ഈ കരാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ധാരണകൾ എന്ന രീതിയിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതോടൊപ്പം എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് ഇനിയും സാധിക്കുന്നില്ല? ദിൽന സൂചിപ്പിച്ച പോലെ ഒട്ടേറെ വിമർശനങ്ങളും ആശങ്കകളും ഈ ഒരു കരാറിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയാണ് US ഭാഗത്തു നിന്നും ഈ യഥാർത്ഥ കരാറിന് മുമ്പായുള്ള ഇടക്കാല കരാറിന്റെ ചട്ടക്കൂടുകൾ അത് സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന നടത്തിയത്. ആ ഒരു ഘട്ടത്തിൽ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ, ചില കാർഷികോൽപ്പന്നങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കുമെന്നും അതിന്റെ പേരിലാണ് US ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പിഴത്തീരുവ 25% പിഴത്തീരുവ ഒഴിവാക്കാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് എന്നും തുടർന്ന് വീണ്ടും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയാണെങ്കിൽ അത് വീണ്ടും ഏർപ്പെടുത്തുമെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ട്. ഈ കരാർ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ, വ്യവസ്ഥകൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നതിനായി സുദീർഘമായ വാർത്താ സമ്മേളനം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നതും. പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങൾ സംബന്ധിച്ചും ക്ഷീരോൽപ്പന്നങ്ങൾ സംബന്ധിച്ചുമാണ് ആശങ്ക നിലനിന്നിരുന്നത്. എന്നാൽ ഈ രണ്ട് മേഖലകൾക്കും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ കരാറിൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാലുൽപ്പന്നങ്ങൾ, അത്തരത്തിലുള്ള ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിൽ പാലോ പാലിന്റെ യാതൊരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ ഇറക്കുമതി ചെയ്യാൻ, അവയ്ക്ക് തീരുവരഹിതമായി ഇറക്കുമതി ചെയ്യാൻ വ്യവസ്ഥയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ കാർഷികോൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗങ്ങളോ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളോ തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യില്ല എന്ന ഉറപ്പുമാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. വികസിത് ഭാരത് 2047 ഒരു സുപ്രധാനമായ ചുവടുവെപ്പാണ് ഇത് എന്നും തങ്കലിപികളാൽ ഈ ദിനം രചിക്കപ്പെടും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ചായ, കാപ്പി, കൊപ്ര, വെളിച്ചെണ്ണ, അടയ്ക്ക, കശുവണ്ടി, പഴം, പേരയ്ക്ക, മാങ്ങ, കൈതച്ചക്ക, കൊക്കോ, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയുടെ തീരുവ 50% നിന്നും 0 മാറി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക്, കയറ്റുമതിക്കാർ എന്നിവർക്ക് ഏറെ ഗുണം ചെയ്യും. വിമാനഭാഗങ്ങളും യന്ത്രഭാഗങ്ങളും, ഫാർമസ്യൂട്ടിക്കൽ ഉപകരണങ്ങൾ,
രത്നങ്ങൾ, പ്ലാറ്റിനം, കരകൗശല വസ്തുക്കൾ, ഉരുക്ക്, വില കൂടിയ ലോഹങ്ങൾ, ധാതുക്കൾ, പ്രകൃതിദത്ത റബ്ബർ എന്നിവയ്ക്ക് തീരുവ 0 എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾക്ക് തീരുവ ഉണ്ടാകില്ല. കൂടാതെ അതേസമയം തന്നെ ജനിതക മാറ്റം വരുത്തിയ വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തില്ല എന്ന് ഉറപ്പാക്കും. പാൽ ഉൽപ്പന്നങ്ങളും സോയാബീനും മാംസവും അരിയും പഞ്ചസാരയും ഗോതമ്പും ബാജ്രയും അടക്കമുള്ള ധാന്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല എന്നുമാണ് മന്ത്രി ഉറപ്പാക്കിയിരിക്കുന്നത്. തേൻ, എത്തനോൾ, പുകയില തുടങ്ങിയ വസ്തുക്കൾക്കും ഇന്ത്യയിൽ ഇളവുകൾ നൽകില്ല US-ന്. അതേസമയം ഇത്തരത്തിൽ വിശദീകരിക്കുമ്പോഴും കർഷകരുടെ ആശങ്കകൾ മാറ്റാനുള്ള വിശദീകരണം ഉണ്ടാകുമ്പോഴും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിന് മന്ത്രി തയ്യാറായില്ല. മറിച്ച് അക്കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയമാണ് വിശദീകരിക്കുക എന്നാണ് അദ്ദേഹം ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. ഈ വിഷയം എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും US-ഉമായി ഉള്ളതിന് സമാനമായി തന്നെ മികച്ച ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുമായി ഇത്തരത്തിൽ ഒരു തീരുമാനം US-ഉമായുള്ള കരാറിന്റെ പേരിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെയും യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും റഷ്യയുമായി നടത്തിയിട്ടില്ല എന്നാണ് റഷ്യ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വിദേശ ബന്ധത്തെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ റഷ്യൻ അധികൃതർ ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് വെനിസ്വേലയിൽ നിന്നും എണ്ണ നേരത്തെ തന്നെ ഇന്ത്യ വാങ്ങുന്നുണ്ട് എന്നുള്ളതായിരുന്നു. റഷ്യയിൽ നിന്ന് നിർത്തലാക്കുമോ എന്ന ചോദ്യത്തോട് ഇന്ത്യയുടെ ഊർജ്ജ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളായിരിക്കും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വില കുറച്ച രീതിയിൽ എവിടെ നിന്നാണോ ലഭിക്കുക ആ ഒരു സ്രോതസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് തീരുമാനം. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും കൃത്യമായ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നാകും ഉണ്ടാകുക. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.